ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഗ്രാഫ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഗ്രാഫും ഗ്രാഫിൽ എങ്ങനെയാണ് ഓരോരോ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്, ഡയറക്റ്റഡ് ഗ്രാഫ് എന്താ, പിന്നെ കംപ്ലീറ്റ് ഗ്രാഫ് എന്താ, ഇൻകംപ്ലീറ്റ് ഗ്രാഫ്, ഓൾസോ പിന്നെന്തായിരുന്നു ഒരുപാട് ഗ്രാഫ് സ്ട്രക്ചേഴ്സ്, പിന്നെ ആ ഗ്രാഫിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഗ്രാഫിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അഡ്ജസൻസി മെട്രിക്സ് എന്നായിരുന്നു അതിന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിൻ്റെ കാര്യങ്ങൾ ഓരോ വെർട്ടിക്സസ്, എഡ്ജസ്, പിന്നെ ഓൾസോ നമ്മൾ ഒരു സെറ്റ് പോലെ ഇത് കണ്ടില്ലേ, വെർട്ടെക്സ് എഡ്ജ് പോലത്തെ സെറ്റ് പോലെ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് മെട്രിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഓരോ വെർട്ടെക്സ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഡയറക്റ്റഡ് ഗ്രാഫ് വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ഓൾസോ വെയ്റ്റഡ് ഗ്രാഫ് വെച്ചിട്ടുള്ള മെട്രിക്സ് ആണ് അഡ്ജസൻസി മെട്രിക്സ്. അതിനെയാണ് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കിനി ഒരു അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുമ്പം ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ. നമ്മളിപ്പോൾ മെട്രിക്സിൻ്റെ ഫോമിൽ, ഒരു സെറ്റിൻ്റെ ഫോമിൽ, അടുത്തത് എന്താണ്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫോമിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്പ്, ഒരു വെയ്റ്റഡ് ഗ്രാഫും ഉണ്ട്, അൺവെയ്റ്റഡ് അല്ലെങ്കിൽ നോൺ വെയ്റ്റഡ് ഗ്രാഫും ഉണ്ട് അല്ലേ. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ എഡ്ജസിൻ്റെ V1 V2 എന്ന് പറയുന്ന എഡ്ജസിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ വെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫും ഉണ്ട്, എന്താണ്, നോൺ വെയ്റ്റഡ് ഗ്രാഫുണ്ട്. അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫിൻ്റെ ഒരു ലിസ്റ്റ്, ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്, നോഡിൻ്റെ ലേബൽ. ഓക്കെ, നോഡ് ലേബലും അഡ്ജസൻസി ലിസ്റ്റ് എന്ന് നമ്മൾ ഒരു വെർട്ടെക്സ് V1 എടുക്കുകയാണ്, അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള V2, പിന്നെ V1 എന്ന് പറയുന്നത് V3 എന്ന് പറയുന്ന വേറൊരു വെർട്ടെക്സിലേക്കും കൂടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഓരോ പോയിൻ്റർ വെച്ചിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഈ V1 എന്ന് പറയുന്ന ആൾക്ക് എത്ര കണക്ഷൻസ് ഉണ്ട് അതിനൊക്കെ നമ്മളൊരു ലിസ്റ്റ് ഫോമിൽ എഴുതാം. ഓക്കെ, അത് നമ്മൾ നോഡ് ലേബൽ, ഏതെങ്കിലും ഒരു നോഡ് എടുക്കുക, ആ നോഡിനെയാണ് നമ്മൾ നോഡ് ലേബലിൻ്റെ ഉള്ളിൽ V1 എന്നാണെങ്കിൽ V1 എന്ന് കൊടുക്കും. ഓക്കെ, അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുമ്പം ഓരോന്നിനും അടുത്ത ഓരോ ലിസ്റ്റിലേക്ക് ഇങ്ങനെ നമ്മൾ പോയിൻ്റർ വെച്ചിട്ട് ഇങ്ങനെ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ഇതൊരു എന്താണ്, ഫോർ നോൺ വെയ്റ്റഡ് ഗ്രാഫാണ്. ഒരു നോൺ വെയ്റ്റഡ് ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണത്. നോൺ വെയ്റ്റഡ് മീൻസ് അവിടെ നമുക്ക് ഒരു വാല്യൂ ഒന്നും കാണാൻ പറ്റില്ല. വെയ്റ്റഡ് ഗ്രാഫിൻ്റെ കേസിലാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ വാല്യൂ ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എന്താണ്, 3 ഫീൽഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റായിട്ട് നമ്മൾ പറയണം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ആ ഒരു വെയിറ്റ് ആണ്, അപ്പോൾ 3 ആണോ 5 ആണോ 9 ആണോ എന്നുള്ള ബേസിൽ ആ വെയിറ്റിൻ്റെ വാല്യൂ ഇവിടെ എഴുതുന്നു. പിന്നെ സാധാ പോലെ തന്നെ നോഡ് ലേബൽ, ആ നോഡിന് ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള അത് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് ഏത് നോഡിലേക്കാണോ ആ നോഡിനെയൊക്കെ നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത് എഴുതും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മളുടെ ഗ്രാഫ് കേട്ടോ. ഇവിടെ നോക്കിയാൽ അറിയാം, V1 ഉണ്ട്, V2 ഉണ്ട്, V3 V5, V3യിൽ നിന്ന് V6 V7. ഇതാണ് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, അപ്പം ഹെഡർ നോഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഹെഡർ നോഡിലാണ് ഇൻ ഈച്ച് ലിസ്റ്റ്, ഓരോ ലിസ്റ്റിലെയും ഹെഡർ നോഡിൽ മെയിൻറ്റെയിൻസ് എ ലിസ്റ്റ് ഓഫ് ഓൾ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഓഫ് എ നോഡ്. ഒരു നോഡിൻ്റെ അതിൻ്റെ തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വെർട്ടിസസ് ആരൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ V1 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് നോഡ് ഞാൻ എടുത്തു, V1ലേക്ക് അടുത്തൊരു പോയിൻ്റർ വെച്ചിട്ട് നമ്മൾ V1ലേക്കുള്ള കണക്ഷൻ ആരാണ്, V2. അപ്പോൾ നമ്മൾ V2വിനെ രണ്ടാമത്തെ നോഡാക്കിയിട്ട് എഴുതി. മൂന്നാമത്തെ ആരാണ്, V1 കണക്ട് ചെയ്തിരിക്കുന്നത് V3 എന്ന് പറയുന്ന മൂന്നാമത്തെ നോഡാക്കിയിട്ട് എഴുതി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹെഡർ നോഡ്. ആദ്യം നമ്മൾ എടുക്കുന്ന നോഡിനെയാണ് നമ്മൾ ഹെഡർ നോഡ് എന്ന് പറയുക. അതിൻ്റെ പേര് എഴുതുക, അതാണ് നോഡ് ലേബൽ എന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഈ ഒരു സംഭവം നോഡ് ലേബൽ എന്ന് പറയുന്നത്. സോ അത് V2 V3യിലേക്ക്, അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ഫീൽഡുള്ള ഒരു നോഡാക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, V2, അപ്പം സിമ്പിൾ അല്ലേ. അപ്പോൾ V2 എടുക്കുന്നു, രണ്ടാമത്തെ ഒരു ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സിലൂടെയും നിങ്ങൾ എല്ലാ വെർട്ടെക്സിനെയും 1 by 1 ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ ലിസ്റ്റ് പോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈസിയാണ്. സോ V2 എന്ന് പറയുന്നതിന് എടുക്കുന്നു. V2 ആരൊക്കെ കണക്ഷൻ ഉണ്ട്, V4 ഉണ്ട്, V2 ആർക്കൊക്കെയുണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്, ആൻഡ് ഓൾസോ V1ലേക്കുണ്ട് അല്ലേ. അപ്പം ആരൊക്കെയാണ് V2ൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന മെട്രിക്സസ് എന്ന് വെർട്ടിസസ് എന്ന് പറയുന്നത് V1 V2
V1 V4 V5. അപ്പോൾ അതിനെ ഇതേപോലെ രണ്ട് ലേബലിലുള്ള അല്ലെങ്കിൽ രണ്ട് ഫീൽഡിലുള്ള ഒരു നോഡാക്കിയിട്ട് ഇങ്ങനെ എഴുതും. V3 നോക്കാം. ഇനി അടുത്തത് V3 നോക്കാം. V3 നോക്കുമ്പോൾ ആരൊക്കെയുണ്ട്? V1 ഉണ്ട്, V6 ഉണ്ട്, V7 ഉണ്ട്. സോ V1 V6 V7. അടുത്തത് V4 നോക്കാം. V4ന് ആരേ ഉള്ളൂ? V2 മാത്രമേ ഉള്ളൂ. V5നും V2 മാത്രമേ ഉള്ളൂ. V6ന് V3 മാത്രമേ ഉള്ളൂ. V7ന് V3 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് G1. ഓക്കെ, ഒരു നോൺ ഡയറക്റ്റഡ് ഗ്രാഫിനെ നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്തവും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ V1 എടുക്കുന്നു. V1 കണക്ഷനുള്ള ആരൊക്കെ വരും? V2 വരും, V3 വരും അല്ലേ? V2 V3 വരും. V2ലേക്ക് ആരൊക്കെയാണ് കണക്ഷൻ? V2 എവിടെ? V2ലേക്ക് നോക്കാം. V1 ഉണ്ട്, V1 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്. സോ V1 V4 V5 അങ്ങനെ ഓരോരോ നോഡിനെയും അഡ്ജസൻ്റ് ആയിട്ടുള്ള അത് ഏതൊക്കെ അതർ നോഡുകളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ നോഡ് മാത്രം കേട്ടോ. ഇപ്പം ഈ V4 എന്ന് പറയുന്നത് V4 V7ലേക്ക് ഉണ്ട്, അങ്ങനെ നോക്കരുത്. ഏത് നോഡാണോ എടുക്കുന്നത് ആ നോഡിന് വേറെ ഏതൊക്കെ വെർട്ടെക്സുമായിട്ട് കണക്ഷൻ ഉണ്ട് മാത്രം നോക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കരുത്. അതിനെ നമ്മളിങ്ങനെ ഒരു ലിസ്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ G1 G2 എന്ന് പറയുന്ന രണ്ട് ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് എന്താണ് വെയ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റഡ് ഗ്രാഫ് നോക്കാം. ഓക്കെ, വെയ്റ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റഡ് ഗ്രാഫിന് അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന സമയത്ത് ഗ്രാഫ് ഏത് രീതിയിലുള്ള ഗ്രാഫാണെന്ന് നോക്കണം കേട്ടോ. അതായത് ഡയറക്റ്റഡ് ഗ്രാഫാണോ, അത് വെയ്റ്റഡ് ഗ്രാഫാണോ? വെയ്റ്റഡ് ഗ്രാഫാണെങ്കിൽ ഇങ്ങനെ ഒരു 3 ലേബലുള്ള അല്ലെങ്കിൽ 3 ഫീൽഡുകളുള്ള ഒരു ലിസ്റ്റ് നോഡായിട്ടാണ് നമ്മൾ ആ ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വെയ്റ്റഡ് ഗ്രാഫ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലേബൽ അതിൻ്റെ വെയ്റ്റ് ആയിട്ട് എഴുതുന്നു. പിന്നെ ഡയറക്റ്റഡ് ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഒരു വെർട്ടെക്സ് പോയിന്റ് ചെയ്യുന്നത് ആ പോയിന്റിനെ അല്ലെങ്കിൽ അതിനെ മാത്രമാണ് നമ്മൾ എഴുതുക അഡ്ജസൻസി ലിസ്റ്റിൽ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന നോഡ് എടുത്തു. ഓക്കെ, എ എന്ന് പറയുന്ന നോഡ് എടുത്തു. സോ എനെ നമ്മൾ എഴുതി. 3 ഫീൽഡാണല്ലോ. സോ ഫസ്റ്റ് ഫീൽഡല്ലേ, ഹെഡർ ഫീൽഡായിട്ടും നോഡായിട്ട് എടുക്കുന്നതാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഫീൽഡ് വെയ്റ്റഡ് ഗ്രാഫ് വെയ്റ്റ് നമ്മൾ ഇനീഷ്യൽ തുടങ്ങുകയാണ്. അതിനെ നമുക്ക് അവിടെ ഒരു നള്ളാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു നിൽ ഫീൽഡ് എന്ന പോലെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് നോഡ്. രണ്ടാമത്തെ നോഡ് എ എന്ന് പറയുന്നത് ആരിലേക്കാണ് ഡയറക്റ്റഡ് ഗ്രാഫ് ഉള്ളത്? 3യിലേക്ക് മാത്രമല്ലേ ഉള്ളൂ. എയിൽ നിന്ന് പോകുന്നത് 3യിലേക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് സിയിലേക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സി ആണ് ആ വെർട്ടെക്സ്. സോ സി എന്ന് എഴുതി. എത്രയാണ് അവിടെ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്? 3 ആണ് അവിടെ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. സോ 3 എന്ന് എഴുതി. ഓക്കെ, സോ ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോഴും വെയ്റ്റഡ് ഗ്രാഫ് ആകുമ്പോഴും അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് തന്നെ ഈ ഡയറക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. പക്ഷേ വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? വെറും 2 ഫീൽഡ് വെച്ചിട്ട് ഏതിലേക്കാണോ പോകുന്നത് മാത്രം ആ വെർട്ടെക്സിൽ നിന്ന് ആരിലേക്കാണോ ആരോ മാർക്ക് കൊടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ പെർട്ടിക്കുലർ വെർട്ടെക്സിന് ഇവിടെയുള്ള വെർട്ടെക്സിന് മാത്രമായിരിക്കും നമ്മൾ ലിസ്റ്റിൽ എഴുതേണ്ടത്. ഓക്കെ, സോ ഡയറക്റ്റഡും അൺഡയറക്റ്റഡ് ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ദെൻ ബി. അടുത്ത നോഡ് എടുക്കാം. ബി എന്ന് പറയുന്ന വെർട്ടെക്സ് എടുക്കുക. ഇതാണ് നമ്മളുടെ ബി ആരിലേക്കൊക്കെ പോകുന്നുണ്ട്? എയിലേക്ക് പോകുന്നുണ്ട്, സിയിലേക്ക് പോകുന്നുണ്ട്, ഡിയിലേക്കും പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു പാരലൽ എഡ്ജസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, 6ഉം 7ഉം ഉള്ളത്. സോ അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് വെർട്ടെക്സ് വരുന്നത്? എ സി ഡി. സോ ഇവിടെ നോക്കിയാൽ അറിയാം. ആദ്യം പോകുന്നത് സി, ദെൻ ഡിയിലേക്ക് 7, എയിലേക്ക് 5. ഓക്കെ, എ സി ഡി. അപ്പോൾ അങ്ങനെ 3 ലിസ്റ്റുകൾ നമുക്കത് ഏത് ഓർഡറിലും എഴുതാം കേട്ടോ. വെയ്റ്റിൻ്റെ ഒരു അനുസരിച്ചോ അല്ലെങ്കിൽ വെയ്റ്റിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചോ അങ്ങനത്തെ ഒന്നുമില്ല. സോ അപ്പം ഏതൊക്കെയാണ്? സീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് എന്താണ്? 1 ആണ്. സോ 1 എന്ന് പറയുന്ന ഫീൽഡ് എഴുതുക. ഡീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് എന്താണ്? 7 ആണ്. അപ്പോൾ 7 എന്ന് എഴുതി. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 5. അപ്പോൾ അങ്ങനെ വെയ്റ്റഡ് ഗ്രാഫിന് ഓരോന്നിനും വെയിറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ എന്താണ് നോക്കേണ്ടത്? ഏതിലേക്കാണോ നമ്മൾ ആ പെർട്ടിക്കുലർ വെർട്ടെക്സ് പോയിന്റ് ചെയ്യുന്നത് ആ വെർട്ടെക്സിനെ മാത്രമായിരിക്കും അതിൻ്റെ അഡ്ജസൻസി വെർട്ടെക്സ് എന്ന് പറയുന്നത്. സോ സീനെ എടുക്കാം. സിയിലേക്ക് നോക്കിയാൽ ഏതിലേക്കൊക്കെ സി പോകുന്നുണ്ടെന്ന് നോക്കാം. സി എന്ന് പറയുന്ന വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഡിയിലേക്ക് പോകുന്നുണ്ട് ആൻഡ് ഓൾസോ എയിലേക്കും പോകുന്നുണ്ട്. സോ എയും ഡിയും മാത്രമാണ് വരിക. അതിന് കറസ്പോണ്ടിങ് വെയിറ്റുകൾ എഴുതുക. ഡി നോക്കുക. ഡി എന്ന് പറയുന്നത് ആരിലേക്ക് പോകുന്നുണ്ട്? ബിയിലേക്ക് പോകുന്നുണ്ട്, സിയിലേക്കും പോകുന്നുണ്ട്. സോ ബി സി ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, അങ്ങനെ വെയിറ്റഡ് ഗ്രാഫും ആയിട്ടുള്ളതിനെയും ഡയറക്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിട്ടുള്ളതിനെയും നല്ല ശരിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത് ഏത് ഗ്രാഫാണ് എന്നുള്ളതിനനുസരിച്ച് കറക്റ്റായിട്ടിട്ട് എഴുതുക. ഇവിടെ ഒന്നും മാർക്ക് ലൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ.
സോ അഡ്ജസൻസി ലിസ്റ്റും അഡ്ജസൻസി മെട്രിക്സും തമ്മിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മെട്രിക്സ് ആകുമ്പോൾ നമുക്കറിയാം ഓർഡർ ഓഫ് n ആണ് വരുന്നത്. ഓക്കെ, n ആണ് ഓർഡർ വരുന്നത്, അല്ലെങ്കിൽ n² ആണ് നമ്മളുടെ ഓർഡർ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു ഗ്രാഫാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. n/n മെട്രിക്സ് ആണ്, n/n അല്ലെങ്കിൽ n/m എന്ന് പറയുന്ന n/n എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ആണ് നമ്മൾ എഴുതുന്നത്. സോ ഓർഡർ എന്ന് പറയുന്നത് n/n ആയിരിക്കും ആ ഒരു മെമ്മറിയിൽ. മാത്രമല്ല ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഒരു സ്പെസിഫിക് എഡ്ജിൻ്റെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇതിൽ നോക്കിയാൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ എഡ്ജ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മെട്രിക്സിൽ നിന്ന് കാണാൻ പറ്റും. ആൻഡ് പക്ഷേ നമ്മൾ അത്രയും മെമ്മറി സ്പേസ് വളരെയായിട്ട് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. ലിസ്റ്റാണ് കുറച്ചും കൂടി അതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നല്ല രീതിയിലുള്ള മെമ്മറി യൂസേജ് നമുക്ക് പറ്റുന്നത്. ഓക്കെ, മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്പാസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ലിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മെട്രിക്സിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ട് മെമ്മറി മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ചും കൂടി മെമ്മറി സേവ് ചെയ്യാൻ പറ്റും. ദെൻ അഡ്ജസൻസി ലിസ്റ്റ് ആസ് എ റൈറ്റ് ഡാറ്റ സ്ട്രക്ചർ ഫോർ മോസ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ അഡ്ജസൻസി ലിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഗ്രാഫ് ട്രവേഴ്സൽ. നമ്മളിപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ലിസ്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, ഒരു സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ട്രവേഴ്സ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രാഫിനെ ട്രവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഗ്രാഫിലുള്ള വെർട്ടെക്സുകളെ എല്ലാവരെയും നമ്മളിങ്ങനെ പോയിട്ട് വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് രണ്ട് ട്രവേഴ്സലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും. ഓക്കെ, അതിന് നമ്മൾ DFS BFS എന്ന് പറയും. ഡെപ്തിലേക്ക്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൻ്റെ ഒരു താഴത്തോട്ടുള്ള ഒരു ഹൈറ്റ് പോലെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പോകുന്നതിനാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ താഴത്തോട്ടല്ല, അപ്പോൾ നമ്മൾ അതിനെ ഒരു സ്റ്റാക്കിൻ്റെ രൂപത്തിലാണ് ട്രവേഴ്സ് ചെയ്യാനും സ്റ്റാക്കിൻ്റെ ഹെൽപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്റ്റാക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. സ്റ്റാക്കിനെ നമ്മൾ ഈ ഒരു രീതിയിലല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ ദി കൺവീനിയൻറ്റ് ഓഫ് സ്റ്റഡിയിങ് നമ്മൾ സ്റ്റാക്കിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആകുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്രയുമുള്ള, അല്ലെങ്കിൽ ഇവിടെ V1 ഇവിടേക്കാണ് V1 V2 എന്ന് കൊടുത്തിട്ട് നമ്മൾ അവസാനം വരുന്ന നോഡുകളെല്ലാം വെർട്ടെക്സുകളെല്ലാം ഇൻ കേസ് അതായത് അടുത്ത നോഡിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആയിരിക്കും BFSൽ കാണുന്നത്. അതിനെ നമ്മൾ ഒരു ക്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലുള്ള ട്രവേഴ്സൽ ഉണ്ട്, DFSും BFSും. ഓക്കെ, അപ്പോൾ നമുക്ക് DFS എന്താണെന്ന് പഠിക്കാം. DFS അതായത് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനെ നമ്മൾ ഒരു സ്റ്റാക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു ഗ്രാഫിലൊരു വെർട്ടെക്സ് എടുക്കുന്നു, ആ വെർട്ടെക്സിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ V1 ആണെങ്കിൽ V1 എന്ന് പറയുന്നത് അതിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്തതിനെ നമുക്കൊരു വിസിറ്റ് ലിസ്റ്റും ഉണ്ടായിരിക്കും. വിസിറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റും ഉണ്ടായിരിക്കും, ഒരു സ്പേസും ഉണ്ടായിരിക്കും. ആ വിസിറ്റിലേക്ക് നമ്മൾ ട്രവേഴ്സ് ചെയ്ത വെർട്ടെക്സുകളെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, V1 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു സ്റ്റാക്കിലേക്ക് ഇട്ടു. എന്നിട്ട് V1 നമ്മൾ പുറത്തെടുത്തിട്ട് V1ന് അഡ്ജസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ V1ൽ നിന്ന് ഉള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. ഓക്കെ, അൺവിസിറ്റഡ് വെർട്ടെക്സ് അഡ്ജസൻറ്റ് ടു ദി പോപ്പഡ് വെർട്ടെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ V1നെ പുറത്തെടുത്തു. ഈ V1ൽ നിന്ന് ഏതൊക്കെ വെർട്ടെക്സിലേക്ക് നമ്മൾ V1 പോയിന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വെർട്ടെക്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, ആ വെർട്ടെക്സുകളെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കുന്നത് V1നെ മാത്രമാണ്, ബാക്കിയുള്ളതൊന്നും നമുക്കറിയില്ല. സോ അൺവിസിറ്റഡ് ആയിട്ടുള്ള, അതാണ് ഈ പറഞ്ഞത് അൺവിസിറ്റഡ്. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ വെർട്ടെക്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതാണ് എടുക്കുന്നത്, അപ്പോൾ V1ൻ്റെ കഴിഞ്ഞു, V2ൻ്റെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എടുക്കുന്ന സമയത്ത് V2ൽ V1 ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്തൊരു വെർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ വിസിറ്റഡ് വെർട്ടെക്സിനെയും അൺവിസിറ്റഡ് വെർട്ടെക്സിനെയും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാം അൺവിസിറ്റഡ് വെർട്ടെക്സുകളായിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പറയാം. അങ്ങനെ ഓരോന്നും വിസിറ്റ് ചെയ്ത് നമ്മൾ പോപ്പ് ചെയ്ത് വീണ്ടും നോക്കും. അങ്ങനെ വീണ്ടും അടുത്തത് പോപ്പ് ചെയ്യും. നമ്മൾ എക്സാമ്പിളിൽ പറയും. അങ്ങനെ നമ്മൾ ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ആൾ എംപ്റ്റി ആവുന്നത് വരെ എന്ത് ചെയ്യാം, സ്റ്റാക്ക് എംപ്റ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിറ്റ് ലിസ്റ്റിൽ കുറച്ച് വെർട്ടെക്സുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഈ വെർട്ടെക്സുകളെയൊക്കെ അതിൻ്റെ ഈ ഒരു ഓർഡറിനെയാണ്, ഇതാണ് ട്രവേഴ്സ് ചെയ്യുന്ന ഓർഡർ. V1ൽ നിന്ന് V3യിൽ നിന്ന് V1 V3 V4 എന്ന് പറയുന്നതാണ്
DFS അല്ലെങ്കിൽ ആ ഒരു സെർച്ചിൻ്റെ ആ ഒരു ട്രവേഴ്സലിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ DFS സ്റ്റാക്ക് വെച്ചിട്ടാണെന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ നോക്കാം. ഡെപ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ്, ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ V1 എന്ന് പറയുന്നത് ഒരു ലെവലാണ്. രണ്ടാമത്തത്, അതായത് ട്രീയിൽ നമ്മൾ ലെവൽ എന്ന് പറഞ്ഞത്, രണ്ടാമത്തത് V2 V3 വരുന്നു, മൂന്നാമത്തത് ഇതും വരുന്നു. അതായത് ഇത് 0th ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, എൻ്റെ ലാസ്റ്റ് വരുന്ന വെർട്ടെക്സ് 3 3 ആണ്. ഓക്കെ, അതാണ് ഡെപ്തിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. വേറാസ് ഇൻ ദി കേസ് ഓഫ് ബ്രെഡ്ത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങാം. അതിൻ്റെ ഫ്രം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. V1 അത് രണ്ടാമത്തെ വെർട്ടെക്സ് വരുന്നത്, അതായത് 0 V1, പിന്നെ ഈ വെർട്ടെക്സ്, ഓക്കെ, 2 3 4 5 6. ഓക്കെ, ഇങ്ങനെയായിരിക്കും ബ്രെഡ്ത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ നമ്മൾ ട്രവേഴ്സ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ബ്രെഡ്ത്ത് എന്താ ഡെപ്ത് എന്താണെന്നുള്ളത് അതിനൊരു ജനറലായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്കിനി DFS എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് കേട്ടോ. അപ്പോൾ DFSഉം BFSഉം ചെയ്യാൻ വേണ്ടി നമുക്കധികം ഡയറക്റ്റഡ് ഗ്രാഫ്സേ തരുകയുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ടേ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് തന്നു. ഇതിൽ V1 ഉണ്ട്, V2 ഉണ്ട്, V3 V4 V6 V5 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന, ഓക്കെ, ആദ്യം എടുക്കുന്ന വെർട്ടെക്സ് ആണ് നമ്മളുടെ V1 എന്ന് പറയുന്നത്. അപ്പോൾ V1 എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്നത് സ്റ്റാക്കിലായി. ഓക്കെ, V1 നമ്മൾ സ്റ്റാക്കിലേക്ക് ഇട്ടു. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ V1 അങ്ങോട്ട് പുറത്തെടുത്തിട്ട് നമ്മളിവിടെ ഒരു വിസിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ V1 നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പം നമ്മൾ സ്റ്റാക്ക് എന്തായി? സ്റ്റാക്കിലിപ്പോൾ ആരുമില്ല കേട്ടോ, നള്ളായി, അല്ലെങ്കിൽ സ്റ്റാക്കിലിപ്പോൾ ആരുമില്ല V1 അങ്ങോട്ട് പുറത്തെടുക്കുമ്പോൾ. അപ്പോൾ നോക്കിയാൽ അറിയാം. അപ്പോൾ സ്റ്റാക്കിൽ നിന്ന് പോയിട്ടോ, അതായത് പോപ്പ് എ വെർട്ടെക്സ് V1 ഫ്രം ദിസ് സ്റ്റാക്ക്, അൽഗോരിതം വൈസ് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഈ വിസിറ്റ് എന്ന് പറയുന്നതിൽ കൊണ്ടുപോയിട്ട് V1 കൊണ്ടുവന്നിടും. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? V1, അതായത് വിസിറ്റിലുള്ളത് ആരാണോ അതിനാണ് നമ്മൾ വിസിറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. ഈ വിസിറ്റുള്ളത് ആരാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം. ഓക്കെ, വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 എന്ന് പറയുന്ന വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ആരൊക്കെയാണ്? V2ഉം V4ഉം. അത് രണ്ടും ആരാണ്? അൺവിസിറ്റഡ് ആണ്. V2നും V4നും നമ്മൾ ഓൾറെഡി ഇപ്പം വിസിറ്റിൽ കാണാനുണ്ടോ? വിസിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നമുക്ക് V2നും V4നെയും കാണാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെയും V2നെയും V4നെയും നമ്മൾ സ്റ്റാക്കിലേക്കാണ്ട് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ പുഷ് ഓൾ അൺവിസിറ്റഡ് വെർട്ടിക്സസ് അഡ്ജസൻറ്റ് ടു V1 അഡ്ജസൻ്റ് ആയിട്ടുള്ള, അല്ലേ? V1 ഡയറക്റ്റ് ചെയ്യുന്നത് V2നും V4ലേക്കുമാണ്. അതിനെ നമ്മൾ സ്റ്റാക്കിലേക്കാണ്ട് ഇടും. ഓക്കെ, V4 ഇട്ടു, ദെൻ V2 ഇട്ടു. അപ്പോൾ വിസിറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ആരാ ഉള്ളത്? നമ്മൾ V1 മാത്രമാണ് ഉള്ളത് കേട്ടോ. വിസിറ്റ് ലിസ്റ്റിൽ V1, സ്റ്റാക്കിൽ V2ഉം V4ഉം. ഓക്കെ, അപ്പോൾ V1 വിസിറ്റ് ചെയ്തു. ഇനി നമ്മൾ V2 അതായത് നമ്മൾ പോപ്പ് ചെയ്യുന്നത് ആരെയാണ്? ടോപ്പിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ടോപ്പിലിപ്പോൾ നിൽക്കുന്നത് V2 ആണ്. അപ്പോൾ V2 അങ്ങ് നമ്മൾ പുറത്തെടുക്കും. സ്റ്റാക്കിൻ്റെ ഒരു സംഭവം അങ്ങനെയല്ലേ? V2 പുറത്തെടുത്തിട്ട് അതിനെ നമ്മൾ ഈ V1 വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് എഴുതും. ഓക്കെ, V2 നമ്മൾ അവിടെ എഴുതി, സ്റ്റാക്കിൽ നിന്ന് പോന്നു. എന്നിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നു V2 വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? V2 അഡ്ജസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ V2 പോകുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണോ, അല്ലെങ്കിൽ V2 അഡ്ജസൻ്റ് വെർട്ടിക്സസിനെ കണ്ടുപിടിക്കാം. അത് എന്തായിരിക്കണം? അൺവിസിറ്റഡ് ആയിരിക്കണം. V2 അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അപ്പോൾ V3യും V6ഉം ആണ്. അൺവിസിറ്റഡ് അല്ലേ? വിസിറ്റഡ് ആണോ? കാരണം നമുക്ക് വിസിറ്റ് എന്ന് പറയുന്നതിൽ അവരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ V4 കൂടെ നമ്മൾ എന്തും കൂടിയും ആഡ് ചെയ്യും? V3നെയും V6നെയും ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ V3 ആഡ് ചെയ്തു. കണ്ടേ, V2 ഇതിലേക്കും മാത്രമാണ്. സോ V3 ആഡ് ചെയ്തു, V6ഉം ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ വിസിറ്റിൽ ഇപ്പോൾ ആരൊക്കെയുള്ളത്? V1ഉം V2 ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് നോക്കാം. ഇനി നമ്മൾ ഏതുവരെ ചെയ്യണം ഇതെന്നറിയാം? നമ്മളുടെ ഈ സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ ചെയ്യണം. അപ്പോൾ നമ്മൾ വിസിറ്റിൽ ഇങ്ങനെ കുറച്ച് വെർട്ടെക്സുകൾ ഒരു ഓർഡറിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. അതാണ് നമ്മളുടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ കിട്ടുന്ന ഒരു ട്രവേഴ്സലിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ സ്റ്റാക്കിൽ V6 ആണുള്ളത്. V6നെ നമ്മൾ പുറത്തെടുത്തു, വിസിറ്റിൽ കൊണ്ടുവന്ന് എഴുതി. V6 എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റിൽ കൊണ്ടുവന്ന് എഴുതും. ഇനി V6നെ കണ്ടില്ലേ? V6നെ നമ്മൾ എന്ത് ചെയ്യും? ട്രവേഴ്സ് ചെയ്യും. V6ൽ നിന്ന് പോകുന്ന വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ആരൊക്കെയാണെന്ന് നോക്കും. V6 ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക്
ആര് നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാനില്ല. ദർ ആർ നോ അൺവിസിറ്റഡ് വെർട്ടെക്സ്. ഓക്കെ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. സോ V6ലേക്കാണ് വരുന്നത്. അപ്പോൾ V6ൽ നിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ആരും അടുത്ത ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ അടുത്ത വെർട്ടെക്സിന് എന്ത് ചെയ്യും? V3നെ പുറത്തെടുത്തിട്ട് വിസിറ്റിൻ്റെ കൂടെ ഈ വിസിറ്റിൻ്റെ കൂടെ എഴുതും. V3നെ പുറത്തെടുക്കുന്നു. V3നെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് V3നെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. V3 എവിടെ? V3യിൽ നിന്ന് ആ V3 ആരൊക്കെയാണ് ഡയറക്റ്റഡ് ആയിട്ട് പോകുന്നത്? അൺവിസിറ്റഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? V6 ഉണ്ട്, V5 ഉണ്ട്. V6 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലിസ്റ്റിലുള്ള ആളാണ് V6. അപ്പോൾ നമുക്ക് ആരെ മാത്രം സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്താൽ മതി? V5നെ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ നോക്കുക. V3 എന്ന് പറയുമ്പോൾ ലിസ്റ്റിൽ V6ഉം V5ഉം ഉണ്ടോ നോക്കുക. V6 ഉണ്ട്, V5 ഇല്ല. അപ്പോൾ V5നെ സ്റ്റാക്കിലേക്ക് അങ്ങോട്ട് ഇടാം. ഓക്കെ, V5നെ സ്റ്റാക്കിലേക്ക് ഇട്ടു. അപ്പം V1, V2, V6, V3 എന്ന് പറയുന്നതായി നമ്മളുടെ വിസിറ്റ് ചെയ്ത ലിസ്റ്റ്. ഇനി നമ്മൾ V5നെ പുറത്തെടുക്കും. ഓക്കെ, V5നെ പുറത്തെടുത്തിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ആളല്ലേ എപ്പോഴും എടുക്കുക. പോപ്പ് ചെയ്യുക, സ്റ്റാക്കിനെ പോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്നായിരിക്കും എടുക്കുക എന്നാണ്. അങ്ങനെയാണ് നമ്മളുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ V5നെ വിസിറ്റ് ചെയ്യും. വിസിറ്റിൽ നമ്മൾ V5നെ ആഡ് ചെയ്തു. V5നെ ആഡ് ചെയ്തിട്ട് V5ൻ്റെ അൺവിസിറ്റഡ് വെർട്ടെക്സിനെ നമ്മൾ നോക്കുകയാണ്. V5ൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാനില്ല. അടുത്ത നമ്മൾ സ്റ്റാക്കിലുള്ള അടുത്ത ആൾ ആരാണ്? V4. അപ്പോൾ V4നെ അങ്ങ് പുറത്തെടുക്കും. V4നെ പുറത്തെടുത്തു. V4നെ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ എഴുതി. V4 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിസിറ്റ് ലിസ്റ്റിൽ നമ്മൾ V4നെ എഴുതി. V4നെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ V4ൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഏതൊക്കെയാണ്? V3യും V5ഉം. V3യും V5ഉം നമ്മൾ വിസിറ്റ് ചെയ്യപ്പെട്ടുള്ള ലിസ്റ്റിലുണ്ടോ നോക്കുക. V3 ഉണ്ട്, V5 ഉണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായി? നമ്മളുടെ സ്റ്റാക്ക് എം ടി ആയി. ഓക്കെ, സ്റ്റാക്ക് എം ടി ആയി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് നിർത്തണം. അവിടെ നമ്മൾ നിർത്തിയിട്ട് നമ്മളെ വിസിറ്റ് ലിസ്റ്റിലേക്ക് നോക്കുക. വിസിറ്റ് ലിസ്റ്റിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഇതാണ് DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രവേഴ്സ് ചെയ്തിരിക്കുന്ന വെർട്ടെക്സുകളുടെ ഓർഡർ. ട്രവേഴ്സ് ചെയ്യുന്നത് ഈ ഓർഡറിലാണ്, യൂസിങ് DFS. ഓക്കെ, ദർഫോർ ട്രവേഴ്സൽ ഈസ് കംപ്ലീറ്റ്. അപ്പം ഈ ഒരു ചെയ്ത ഈ സംഭവം തന്നെ നമ്മളൊരു സിമ്പിൾ അൽഗോരിതമായിട്ട് പറയാണ്. DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം അല്ലേ. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് നമുക്ക് ഏതാണോ എടുക്കുന്നത് ഏതായിട്ട് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എടുക്കാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു വെർട്ടെക്സിന് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആക്കിയിട്ട് സ്റ്റാക്കിലേക്ക് ഇടാം. സ്റ്റാക്ക് എം ടി അല്ലാത്തത് വരെ, സ്റ്റാക്ക് ഈസ് നോട്ട് എം ടി ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വെർട്ടെക്സ് Vനെ പോപ്പ് ചെയ്യുക. സ്റ്റാക്കിൽ നിന്ന് ഇങ്ങനെ പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്നാണ് നമ്മൾ പോപ്പ് ചെയ്യുക. അപ്പം ഈ V എന്ന് പറയുന്നത്, അതായത് പോപ്പ് ചെയ്യുന്ന Vനെ പോപ്പ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. V എന്ന് പറയുന്നത് വിസിറ്റിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? V എന്ന് പറയുന്നതിനെ പോയി വിസിറ്റ് ചെയ്യണം. എന്നിട്ട് Vനെ നമ്മൾ വിസിറ്റ് ലിസ്റ്റിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. എന്നിട്ട് Vന് അഡ്ജസൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സിനെല്ലാം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അതിനെ നമ്മൾ ഈ ഒരു സിമ്പിൾ അൽഗോരിതമായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. മനസ്സിലാക്കിയിട്ട് എഴുതാം, ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ, ഇതാണ് DFS. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതായത് DFS കഴിഞ്ഞു BFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, BFS ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതൊരു സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് മെത്തേഡാണ്. നമ്മളൊരു ട്രവേഴ്സ് ഒരു ഗ്രാഫിനെ ട്രവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ അൽഗോരിതം വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി ഇഫ് ദ ഗ്രാഫ് ഈസ് നോട്ട് കണക്റ്റഡ് അല്ലേ. ഗ്രാഫ് കണക്റ്റഡ് അല്ലാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കണക്റ്റഡ് അല്ലാത്ത ഈ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയാൽ മാത്രമേ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കണക്റ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ. ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വെർട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിനി അടുത്തത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഇതും എങ്ങനെയാണ്? ഇതിന് നമ്മൾ ഈ സ്റ്റാക്കിന് പകരം നമ്മളൊരു ക്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലിയാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, റിയർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒന്നും നമ്മൾ ഡെപ്തായിട്ട് പോകണ്ട. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫ്രണ്ട് അധികവും നമ്മൾ എവിടെ ഉണ്ടാവാം? ഫ്രണ്ടിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്.
റിയറിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫ്രണ്ടും റിയറും ഇവിടെ ആയിരിക്കും, ഒരേ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന അനുസരിച്ച് റിയർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇങ്ങനെ റിയർ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ദെൻ ഫ്രണ്ട് എന്ന് പറയുന്നത് ഡിലീറ്റ് ആകുന്നതിനനുസരിച്ച് ഫ്രണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും ഒന്നും നമ്മൾ ഡെപ്തായിട്ട് പറയണ്ട. ഇതായിരുന്നു നമ്മളുടെ ക്യൂവിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ BFSൻ്റെ എന്താണ്, ആദ്യം ഒരു വെർട്ടെക്സിനെ വിസിറ്റ് ചെയ്യുക, അതിനെ ക്യൂവിലേക്ക് ഇടുക, എന്നിട്ട് ഈ ക്യൂ എന്ന് പറയുന്നത് എംപ്റ്റി ആവുന്നത് വരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഡിലീറ്റ് ദ ഫ്രണ്ട് വെർട്ടെക്സ് ഫ്രം ദി ക്യൂ അല്ലേ. ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഫ്രണ്ട് ആരാണോ അവിടെ നിന്ന്, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട് വെർട്ടെക്സിന് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തെടുക്കുക. വിസിറ്റ് ഓൾ ദി അൺവിസിറ്റഡ് അഡ്ജസൻറ്റ് വെർട്ടെക്സ് ആൻഡ് ഇൻസേർട്ട് ഇൻ ടു ദി ക്യൂ അല്ലേ. ആ വെർട്ടെക്സിൻ്റെ നമ്മൾ പുറത്തെടുത്തിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന ഫ്രണ്ട് വെർട്ടെക്സിൻ്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അൺവിസിറ്റഡ് ആയിട്ടുള്ള അതിനെടുത്തിട്ട് ക്യൂവിലേക്ക് കൊണ്ടുവന്നിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഇതാണ് നമ്മളുടെ ക്യൂവ്. ആദ്യം നമ്മളൊരു വെർട്ടെക്സ് എടുക്കുന്നു, V1 എടുത്തിട്ട് നമ്മൾ ക്യൂവിലേക്ക് കൊണ്ടുവന്നിടുന്നു. അപ്പോൾ V1 വന്നു. ദെൻ V1 റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു വിസിറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ, നമ്മൾ സ്റ്റാക്കിൽ ചെയ്ത പോലെ തന്നെ വിസിറ്റ് ലിസ്റ്റിൽ V1 കൊണ്ടുവന്നിടുക. അപ്പം നമ്മളുടെ ക്യൂ എന്തായി, ക്യൂവിൽ ഇപ്പം ഒന്നുമില്ല. V1 അഡ്ജസൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? V1 അഡ്ജസൻ്റ് ആയിട്ടുള്ളത് V2 V4 ആണ് അല്ലേ. അപ്പോൾ നമ്മളെ ക്യൂവിൽ നിന്ന് അടുത്ത് ഇനി ആരെ എഴുതണം, V2 V4 അങ്ങനെ രണ്ടാൾ വരും അല്ലേ, V2 V4 അങ്ങോട്ടല്ലേ നമ്മൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സ് വരുന്നത്. അപ്പോൾ വിസിറ്റിൽ V1 ക്യൂവിൽ V2 V4. അപ്പം ഇതാണ് നമ്മളുടെ ഫ്രണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ എന്തായും ഈ V2 അങ്ങ് പുറത്തെടുക്കും. ഓക്കെ, റിമൂവ് എ വെർട്ടെക്സ് V2 ഫ്രം ദി ക്യൂ. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള V4 ആയിരിക്കും അടുത്ത ഡിലീറ്റ് ചെയ്യുക, അടുത്തത് ഇവിടെ നിന്നായിരിക്കും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഡിലീഷൻ പോകുന്നത്. ഇൻസേർഷൻ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഓരോരോ വെർട്ടെക്സ് ആയിട്ട് ആ ഭാഗത്തേക്കാണ് പോവുക, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ V2 പുറത്തെടുത്തിട്ട് നമ്മൾ V2 അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള V3 V6 ഉണ്ട്. അൺവിസിറ്റഡ് അല്ലേ, അൺവിസിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അതിനെ ഈ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ V4 കഴിഞ്ഞിട്ട് V3 എഴുതി, V6 എഴുതി. ഓക്കെ, ഇനി നമ്മൾ V4 അങ്ങ് പുറത്തെടുക്കും. ഓക്കെ, V4 പുറത്തെടുത്തിട്ട് വിസിറ്റിൽ എഴുതി. ആൻഡ് V4 നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകൾ എന്ന് പറയുന്നത് V4 വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് വരുന്നത്, V4 വിസിറ്റ് ചെയ്യുന്നത് V5 V3. ഓക്കെ, V5 V3 ആണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, V4 നമ്മൾ പുറത്തെടുത്തു, V5 മാത്രമേ ഉള്ളൂ. V3 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളുടെ ക്യൂവിലുണ്ട്. അപ്പം അത് വിസിറ്റഡ് ആണ്, നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സിനെ നമ്മൾ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്ത ക്യൂവിൽ കിടക്കുന്ന ഒരു വെർട്ടെക്സ് ആണ്. അതിന് നമ്മൾ വീണ്ടും ആ ക്യൂവിൽ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, V3 എന്ന് പറയുന്ന V5 മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. V4 എടുക്കുന്ന സമയത്ത്, V4 പുറത്തെടുക്കുന്ന സമയത്ത് V3 V5 ആണ്. V3 ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ V5 മാത്രമേ നമ്മൾ ആ ക്യൂവിൽ എഴുതുള്ളൂ. V3 നമ്മൾ പുറത്തെടുക്കുന്നു. V3 അൺവിസിറ്റഡ് ആയിട്ടുള്ള V5 V6 ആണ് വരുന്നത്. V5 V6 അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും, V3 ഡസ് നോട്ട് ഹാവ് എനി അൺവിസിറ്റഡ് അഡ്ജസൻറ്റ് വെർട്ടെക്സ് ഇല്ല V3ക്ക്. അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതും. V6 നമ്മൾ അടുത്തായിട്ടുള്ളത് വരുന്നത് V6 അല്ല. അപ്പോൾ V6 പുറത്തെടുക്കും. V6 പുറത്തെടുക്കുമ്പോൾ V6 വിസിറ്റ് ചെയ്യുക. V6 ആരെങ്കിലും ഉണ്ടോ അൺവിസിറ്റഡ് ആയിട്ടുള്ളത്? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തതിനെ V5 പുറത്തെടുക്കും. V5 പുറത്തെടുക്കുന്ന സമയത്ത് V5 ആരെങ്കിലും ഉണ്ടോ അൺവിസിറ്റഡ് ആയിട്ടുള്ള? ഇല്ല. V5 ഇതല്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളുടെ ക്യൂ എന്തായി, ക്യൂ എന്ന് പറയുന്നത് എംപ്റ്റി ആയി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ട്രവേഴ്സലിൽ കിട്ടുന്ന ഇതാണ്, ഈ ലിസ്റ്റിൻ്റെ ഓർഡറാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. സോ BFS അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും DFS. BFS നമ്മൾ ഒരു ക്യൂവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. DFS നമ്മൾ സ്റ്റാക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, സിമ്പിളാണ്. അതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ക്യൂവിലേക്ക് എടുത്തിടുക. ക്യൂ എംപ്റ്റി ആവുന്നത് വരെ എന്തൊക്കെയാണ് ചെയ്യണം, ആ ക്യൂവിൽ ആദ്യം കാണുന്ന, അതായത് നമ്മളുടെ ലെഫ്റ്റിൽ കാണുന്ന ആളാണ് ആദ്യം എടുക്കേണ്ടത് കേട്ടോ. ക്യൂവിലെ ലെഫ്റ്റിൽ കാണുന്ന ആളെ എടുത്തിട്ട് അതാണ് നമ്മൾ പുറത്തെടുത്തിട്ട് വിസിറ്റ് ലിസ്റ്റ് കൊണ്ടുവന്നിടുന്നത്. ഓക്കെ, അപ്പോൾ ആ വിസിറ്റിൽ V ഇല്ല എന്നുണ്ടെങ്കിൽ V പോയിട്ട് അതിൻ്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സിന് എടുത്തിട്ട് ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ക്യൂവിലേക്ക് കൊണ്ടുവന്നിടുക.
വിനെ നമ്മൾ വിസിറ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന് വിടും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എൻ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട് ഓൾ. അപ്പം ഡി ക്യു ക്യൂവിൻ്റെ കേസ് ആകുമ്പം എൻ ക്യു ഡി ക്യു എന്ന് പറഞ്ഞുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ BFSലാകുമ്പോൾ എന്താ പറഞ്ഞത്, പോപ്പ് എന്ന് പറയുന്നതായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ക്യൂ അല്ല, അപ്പം എൻ ക്യൂ ചെയ്തിട്ട് നമ്മൾ ഇടുന്നത് റൈറ്റ് സൈഡിലായിരിക്കും കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ഇൻസേർഷൻ അല്ലേ. സോ അതാണ് ഈ ഒരു BFSൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന 2 കേസ് മോസ്റ്റ് കോമൺലി റെപ്രസെൻ്റ് ചെയ്യുന്ന സെറ്റ് നമ്മളധികം ഒരു സിമ്പിളായിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഡ്ജസിൻ്റെയും വിസിറ്റിൻ്റെയും ഒരു സെറ്റാക്കിയിട്ടൊക്കെ നമ്മൾ എഴുതിയത്. അപ്പോൾ കോമൺലി യൂസ്ഡ് വേസ് എന്ന് പറയുന്നത് അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റുമാണ്. ഓക്കെ, ട്രവേഴ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സിനെ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സിനെയും നമ്മൾ ട്രവേഴ്സ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വെർട്ടെക്സ് ഒന്നുമില്ല. നമുക്ക് ഏതൊരു വെർട്ടെക്സിൽ പോയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ട്രവേഴ്സ് ചെയ്യുന്ന 2 മെത്തേഡ് DFSഉം BFSഉം ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഗ്രാഫ് തിയറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഗ്രാഫ് തിയറി, ഇതിൻ്റെ ബേസിസിലുള്ള എന്താണ്, അനലൈസിങ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ് ഇൻ ഏരിയാസ് ആസ് ഡൈവേഴ്സ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിസൈൻ, അർബൻ പ്ലാനിങ്, ഫൈൻഡിങ് ഷോർട്ടസ്റ്റ് പാർട്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി. ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു.